അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു 100 പേരുടെ കല്യാണത്തിന് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും കോണ്ടൻറ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടൻറ് ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഞാനാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മളൊരു വർക്കിന് വന്നതാണ്. ഇത് ആഷിക്ക് പിടിച്ച വർക്കാണ്. ആഷിക്ക് നാട്ടിലുള്ള എല്ലാ വള്ളി വർക്കും പിടിച്ചിട്ട് വരും. അളിയാ നാളെ ഫ്രീ ആണോ? അപ്പം വർക്കുണ്ട്, അപ്പോൾ വരാൻ ദേ അളിയൻ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണിയല്ല. വെൽക്കം ഡ്രിങ്ക് പൊതുവേ പാചകക്കാരല്ലേ കാറ്ററിംഗുകാരാണ് ചെയ്യുന്നത്. ആഷിക്ക് ആ വള്ളിയും കൂടെ പിടിച്ചത് കാറ്ററിങ്ങിൽ വെൽക്കം ഡ്രിങ്ക് കലക്കുവാണ്. ഇതെന്തോ കലക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പൾപ്പുണ്ട്, പൈനാപ്പിളുണ്ട്. പക്ഷേ ആ വീട്ടുകാർ പറഞ്ഞു മോനെ ഇത് കലക്ക്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത ഫുഡിലേക്ക് പോകാം. ഞങ്ങൾ 4 പേര് ഓൾറെഡി കാറ്ററിങ്ങിൽ വിളമ്പാനുള്ളൂ. ഞാൻ, ചൊങ്കി, നോജി, ആഷിക്ക്. അപ്പോൾ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ ആ പാട് 100 പേരുടെ പരിപാടിയുള്ളൂ. പക്ഷേ ഒരുപാട് പേരൊന്നും വന്നില്ല. അപ്പം നമ്മളിതേ അവന്മാരതേ ഫ്രീ ഫയർ കളിക്കുന്നത്. അപ്പോൾ ഞാനും സെറ്റായി. ഇനി അപ്പോൾ നമ്മളിതേ പരിപാടിയൊക്കെ ഒതുക്കി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ മെനു നോക്കേണ്ട കാര്യമില്ല. സദ്യ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇനി കഴിച്ചിട്ട് ഫുഡിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ പരിപ്പ് ഒഴിക്കുന്നു. പരിപ്പ് ഒഴിച്ചിട്ട് നമ്മളിനി നെയ്യുണ്ടോ? നെയ്യില്ല. അപ്പോൾ ഞാൻ പരിപ്പ് ഒഴിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പപ്പടവും പിന്നെ കുറച്ച് സൈഡ് ഡിഷും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല വിശപ്പായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ മറ്റൊരു വൈബ് കൂടിയായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.